ये देश तेरा यीशु, तू ही इसका राजा है। तेरे हाथों में है हर कोने का रास्ता है। तू चलाता है इस धरती को अपने वचन से। तू ही है जीवन का दाता, तू ही है विश्वास से। ये देश तेरा यीशु, तुझ में ही उजाला है। हर दिल तुझको ढूंढे, तू ही तो संभाला है। प्रेम से भर दे हर नगर और गाँव को। तेरा राज आए पूरे संसार को। हर भाषा हर रंग तुझ में एकता पाए। तेरा सच्चा राज हर मन में समाए। जहाँ दर्द है तू शांति बन जाए। जहाँ नफरत हो तू प्रेम बरसाए। ये देश तेरा यीशु, तुझ में ही उजाला है। हर दिल तुझको ढूंढे, तू ही तो संभाला है। प्रेम से भर दे हर नगर और गाँव को। तेरा राज പരിശുദ്ധമ്മയുടെ आए। സ്വർഗാരോപണ തിരുനാളും ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യദിനവും സംയുക്തമായി കൊണ്ടാടുന്ന പൊൻസുദിനം. ഏവർക്കും സ്വാതന്ത്ര്യദിന തിരുനാളിൻ്റെയും മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ആശംസിക്കട്ടെ. നാം ഓരോരുത്തരും ഇന്ത്യയിലെ പൗരന്മാരാണ്. ഏകദേശം 200-ൽ പരം വർഷങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ അടിമത്തത്തിന് കീഴിലായിരുന്നു നാം ഓരോരുത്തരും. സ്വതന്ത്ര ഇന്ത്യയെ സ്വപ്നം കണ്ട മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമര സേനാനികളും നമുക്ക് മുൻപേ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ മുന്നിൽ കണ്ടു. അതിനു മുന്നോടിയായി അഹിംസയിലൂടെ സ്വന്തം ജീവനും ജീവിതവും പകർന്നു നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നു. 1947 ഓഗസ്റ്റ് 15-ന്. നാം ഈ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ, ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് രാജ്യസ്നേഹത്തിന് ഉതകുന്നതാണോ? രാജ്യത്തെ എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഞാൻ കെട്ടിപ്പടുത്തുന്നുണ്ടോ? പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം നൽകിയ മഹത്വമാണ് ഈ സ്വർഗാരോപണം. ഭൂമിയിൽ പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ അമ്മ ജീവിച്ചതിന് സ്വർഗം അമ്മയെ മഹത്വപ്പെടുത്തി. തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ ലോകത്തിൽ വിശുദ്ധിയോടും വിശ്വസ്തയോടും നാം ഓരോരുത്തരും ജീവിക്കുകയാണെങ്കിൽ നമ്മെയും സ്വർഗം മഹത്വപ്പെടുത്തും എന്നുള്ള വലിയൊരു ഉദ്ബോധനമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്നത്. ഈ സംയുക്ത ആഘോഷവേളയിൽ നമുക്ക് ചിന്തിക്കാം, എൻ്റെ പ്രവർത്തനങ്ങൾ ഒരു രാജ്യസ്നേഹി എന്ന നിലയ്ക്ക് രാജ്യത്തെ കെട്ടിപ്പടുത്തുന്നതാണോ? പരിശുദ്ധിയോടെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ ഞാൻ ഒരു കടപ്പെടുമ്പോൾ അപ്രകാരം ജീവിക്കുവാൻ എനിക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ സ്വർഗം നമ്മെ മഹത്വപ്പെടുത്തും. ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ആശംസിക്കട്ടെ. ജയ് ഭാരത് മാതാ.